മനുഷ്യൻ ദൈവത്തിന്റെ കയ്യുറയാണ്. മനുഷ്യന് ദൈവത്തിനു വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ ഹൃദയാഭിലാഷം അനുസരിച്ച് മനുഷ്യൻ ദൈവത്തെ ഉൾക്കൊള്ളുകയും ദൈവത്തെ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതിനുള്ള ഒരു പാത്രമാണ്. ഒരു പാത്രത്തിൽ ഒരു വസ്തു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലുള്ള വസ്തുവിനെ കാണുവാൻ തക്കവണ്ണം പാത്രം സുതാര്യമായിരിക്കണം. ദൈവം മനുഷ്യനെ തന്റെ പാത്രമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാത്രത്തിന് പ്രത്യേകിച്ച് വേലയൊന്നും തന്നെയില്ല. അത് ദൈവത്തെ ഉൾക്കൊള്ളുവാനുള്ളത് മാത്രമാണ്. കൂടാതെ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു കയ്യുറയാണ്. കയ്യുറ കയ്യെ ആവിഷ്കരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തെ ഉൾക്കൊള്ളുകയും ദൈവത്തെ ആവിഷ്കരിക്കുകയും ചെയ്യണം. ഈ സന്ദേശത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു കയ്യുറയാണെന്നതിനെ കുറിച്ച് നാം കാണുന്നു. ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അത് ദൈവത്തെ ആവിഷ്കരിക്കേണ്ടതിനു വേണ്ടിയാണ്. ഉൽപ്പത്തി 1:26 അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഫിലിപ്പിയർ 2:6-7 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അന്തർഭാഗത്തിലെ തന്റെ മനോഭാവത്തിന്റെ ആവിഷ്കാരവും അത് തന്റെ സ്നേഹവും വെളിച്ചവും തേജസ്സിനെയും കുറിക്കുന്ന വിഷയമാണ്. 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹം തന്നെ എന്ന് നാം കാണുന്നു. 1 യോഹന്നാൻ 1:5 പറയുന്നു ദൈവം വെളിച്ചമാകുന്നു. വെളിപ്പാട് 4:8b സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. യിരെമ്യാ 23:6b അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ബാഹ്യ രൂപമായ ആവിഷ്കാരമാണ്. അത് ദൈവത്തിന്റെ മനോഭാവത്തിന്റെ ബാഹ്യ ആവിഷ്കാരമാണ്. എബ്രായർ 1:3 അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. യോഹന്നാൻ 8:12 യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 1 കൊരിന്ത്യർ 1:30b അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. മനോഭാവം ആവിഷ്കരിക്കപ്പെടുമ്പോൾ അവ മൂല്യമായി തീരുന്നു. ദൈവത്തിന്റെ രൂപവും സാദൃശ്യവും എന്ന് പറയുന്നത് 2 വിഷയങ്ങളായി നാം കാണരുത്. 1 പത്രോസ് 2 നമുക്കിങ്ങനെ കാണാം, നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് കാണുന്നു. 2 പത്രോസ് 1:3 തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഉത്തമഗീതം 1:2 നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. ഉത്തമഗീതം 4:10 വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം. ക്രിസ്തു ദൈവത്തിന്റെ രൂപവും ദൈവത്തിന്റെ ഛായയുമാകുന്നു. കൊലോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഫിലിപ്പിയർ 2:6 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി. ക്രിസ്തു ദൈവത്തിന്റെ ശരീരാവിഷ്കാരം എന്ന നിലയ്ക്ക് തന്റെ സാദൃശ്യമാകുന്നു. കൊലോസ്യർ 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നാം മുന്നമേ വായിച്ചതുപോലെ എബ്രായ ലേഖനം 1:3 അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. ക്രിസ്തു ദൈവത്തിന്റെ സാദൃശ്യമാകുന്നു. അവൻ ഭൂമിയിൽ വസിച്ചിരുന്നപ്പോൾ അവൻ മാനുഷിക മൂല്യങ്ങളിലൂടെ ദൈവത്തിന്റെ മനോഭാവത്തെ ആവിഷ്കരിച്ചു. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 14:9b എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഫിലിപ്പിയർ 2:6-7 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ഇത് ദൈവത്തെ ഉൾക്കൊള്ളുന്നതിനും ദൈവത്തെ ആവിഷ്കരിക്കുന്നതിനും വേണ്ടിയായിരുന്നു.
2 കൊരിന്ത്യർ 4:7 എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. റോമർ 9:23b തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ പ്രവൃത്തികൾ 17:28 നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. മനുഷ്യന് ദൈവത്തെ ഉൾക്കൊള്ളുവാനുള്ള ആന്തരിക വ്യാപ്തിയുണ്ട്. മാത്രമല്ല, മനുഷ്യന് ദൈവത്തിന്റെ മനോഭാവത്തെയും ആവിഷ്കരിക്കുവാൻ കഴിയും. ഇത് ഒരു കയ്യുറയുടെ അകമാണ്. ഉൽപ്പത്തി 1:27 ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. 1 കൊരിന്ത്യർ 11:7 പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല. 2 തിമോത്തിയോസ് 4:22 യേശുക്രിസ്തു നിന്റെ ആത്മാവോട് കൂടിയിരിക്കട്ടെ. മനുഷ്യൻ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതായത് മനുഷ്യന് ബാഹ്യമായ അതിനുള്ള കഴിവുണ്ടായിരുന്നു, ദൈവത്തെ ആവിഷ്കരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. ദൈവത്തിന്റെ ദിവ്യ സദ്ഗുണങ്ങളെ മാനുഷിക മൂല്യങ്ങളിലൂടെ ആവിഷ്കരിക്കുവാനുള്ള കഴിവ് മനുഷ്യന് ദൈവം കൊടുത്തിരുന്നു. ഉൽപ്പത്തി 5:1 ഇപ്രകാരം പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. യാക്കോബ് 3:9 അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. 2 തിമോത്തിയോസ് 2:22 യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കാം. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ വീണു പോവുകയും ആ കയ്യുറ കീറിപ്പോവുകയും അത് നിലത്തെ പൊടിയിലേക്ക് വീണ് അത് പൊടിയായി തീരുകയും ചെയ്തു. 3:7 ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്ന് തങ്ങൾ നഗ്നരാകുന്നു എന്ന് അറിഞ്ഞു. ഉൽപ്പത്തി 3:24b അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ഇതിനാൽ ജീവവൃക്ഷത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനം അവിടെ നിഷേധിക്കപ്പെട്ടു. 2 കൊരിന്ത്യർ 2:16b ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ദൈവത്തെ ആവിഷ്കരിക്കുവാനുള്ള മനുഷ്യന്റെ കഴിവ് ഇവിടെ നഷ്ടപ്പെട്ടു. യൂദ 1:15 ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരും കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. എഫെസ്യർ 4:18 അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന്. റോമർ 1:21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ മനുഷ്യൻ അതിക്രമങ്ങളുടെയും പാപങ്ങളുടെയും മാലിന്യത്തിലേക്ക് വീണുപോയി. മനുഷ്യൻ പാപങ്ങളുടെയും അധർമ്മങ്ങളുടെയും പടുകുഴിയിലേക്ക് വീണുപോയി. റോമർ 3:23 ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. വീണുപോയ മനുഷ്യരെ കർത്താവ് അവന്റെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്നു. 1 കൊരിന്ത്യർ 1:18-19 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവ നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കർത്താവിന്റെ രക്തത്താൽ നമ്മെ കറ ചുളുക്കം ഒന്നും ഇല്ലാത്തതായ ഒരു വീണ്ടെടുപ്പിലേക്ക് നടത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മരിച്ച് തന്റെ രക്തം ചൊരിഞ്ഞ് ഒരു കൂട്ടം ജനത്തെ തന്നിലേക്ക് വീണ്ടെടുക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു. അവർ അവന്റെ നിസ്തുലമായ ധനമാണ്. അത് അവന്റെ വീണ്ടെടുപ്പിന്റെ വേലയാൽ അവൻ സാധിച്ചു. റോമർ 5:10 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ ഈ കയ്യുറ ദൈവം അത് വീണ്ടും അതിന്റെ പഴയ പടിയിലേക്ക് തുന്നിച്ചേർക്കുകയും അത് മുഖാന്തരം ആ കയ്യുറയിലൂടെ ദൈവത്തിന് തന്നെ ആവിഷ്കരിക്കുവാനും തന്നെ പ്രദർശിപ്പിക്കുവാനും. എബ്രായർ 9:22 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ന്യായപ്രമാണ പ്രകാരം എല്ലാ ജീവനും രക്തത്താൽ മാത്രമാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചൊരിഞ്ഞില്ലെങ്കിൽ ഒരു പാപക്ഷമയും അവിടെ ഉണ്ടാകുന്നില്ല. എബ്രായർ 9:12 സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു.
അവൻ ഒരു നിത്യ വീണ്ടെടുപ്പ് നമുക്കായി സാധിച്ചു. തീത്തോസ് 3:5 അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. ദൈവത്തിന്റെ കയ്യുറ ഇപ്രകാരം വിശുദ്ധീകരിക്കപ്പെടുകയും പാപത്തിൽ നിന്നും അതിന്റെ മലിനതകളിൽ നിന്നൊക്കെയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. 1 യോഹന്നാൻ 1:7 അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. എബ്രായർ 14:b ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഈ കയ്യുറ ദൈവം അതിന്റെ പൂർവ്വ അവസ്ഥയിലേക്ക് വരുത്തിയിരിക്കയാൽ ഇനിയും ദൈവത്തിന് അതിലൂടെ ആവിഷ്കരിക്കുവാൻ കഴിയും. 2 കൊരിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. റോമർ 12:2b ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. 2 പത്രോസ് 1:3 തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. രൂപാന്തരത്തിന്റെ അന്ത്യവേല അനുരൂപീകരണമാണ്. ആ സമയം ഈ കയ്യുറയുടെ ബാഹ്യരൂപം ശരിയാക്കപ്പെടും. ദൈവത്തിന്റെ സാദൃശ്യം അവിടെ പുനഃസ്ഥാപിക്കപ്പെടും. റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. 2 പത്രോസ് 1:6 പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും. ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആവിഷ്കാരമാണ്. ഇതാ കയ്യുറ തയ്യാറായിരിക്കുന്നു, കയ്യെ സ്വീകരിക്കുവാനും ആ കയ്യെ ആവിഷ്കരിക്കുവാനും തക്കവണ്ണം. കയ്യുറ ഈ കയ്യാൽ നിറയപ്പെടേണ്ടതുണ്ട്, ആ കയ്യെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത് മനുഷ്യൻ ദൈവത്തെ കൊണ്ട് നിറയേണ്ടതുണ്ട്. മനുഷ്യൻ പക്വതയിലായി തീർന്ന് ദൈവത്താൽ നിറയുകയും ദൈവത്തെ ആവിഷ്കരിക്കുകയും ചെയ്യണം. എഫെസ്യർ 4:13 വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനുമാകുന്നു. 1 തീമോഥെയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ദൈവത്തിന്റെ കയ്യുറയാകുന്ന അത്ഭുതവാനായ ഈ മനുഷ്യനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇതിനെ നമുക്ക് ആസ്വദിക്കാം, ഇതിനെ നമുക്ക് അനുഭവമാക്കാം. നമുക്ക് ദൈവത്തിന്റെ കയ്യുറയായി തീരാം. ദൈവം നമ്മിൽ നിറയട്ടെ. ദൈവം നമ്മിൽ തന്റെ ദിവ്യ സദ്ഗുണങ്ങളാൽ നിറഞ്ഞ് നമ്മുടെ മാനുഷിക മൂല്യങ്ങളിലൂടെ അവനെ ആവിഷ്കരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കർത്താവിന് സ്തോത്രം.